T20 ലോകകപ്പിലെ രണ്ടാമത്തെ മത്സരം കൊൽക്കത്തയിൽ വെച്ച് നടന്ന വെസ്റ്റ് ഇൻഡീസ് സ്കോട്ട്ലാൻഡ്. ഒരു നിമിഷം നമുക്ക് ഈ ലോകകപ്പിൽ നിന്നും അവിചാരിതമായി വിട്ടുപിരിഞ്ഞ ബംഗ്ലാദേശിനെ ഒന്ന് സ്മരിക്കാം. ഓക്കെ, ആദ്യം ബാറ്റ് ചെയ്ത സ്കോട്ട്ലാൻഡ്. ബംഗ്ലാദേശിനകത്തുനിന്നാണല്ലോ സ്കോട്ട്ലാൻഡ് വന്നത്. സ്കോട്ട്ലാൻഡ് വേറെ എന്തൊക്കെ പരിപാടികളൊക്കെ ആയിട്ട് ആലോചിച്ചിങ്ങനെ നിൽക്കുന്ന സമയത്താണ് പെട്ടെന്നൊരു വിളി വരുന്നത്. പെട്ടെന്ന് ജേഴ്സിയൊക്കെ സെറ്റാക്കി ഓടി ഇവിടെ വരുമായിരുന്നു. അതിൻ്റെ ഒരു പ്രശ്നങ്ങളൊന്നും തുടക്കത്തിൽ അവരുടെ ബോളിങ്ങിൽ ഉണ്ടായിരുന്നില്ല. അവരുടെ ഓപ്പണേഴ്സ് ബ്രണ്ടക്കിങ്ങിനായാലും ഷായ്ഹോപ്പിനായാലും കാര്യമായ രീതിയിൽ സ്കോർ ചെയ്യാൻ കഴിയുന്നില്ല. റൺ റേറ്റ് ഉയർത്താനേ സാധിക്കുന്നില്ലായിരുന്നു. റൺ റേറ്റ് ഉയർത്താനുള്ള തത്രപ്പാടിൽ അവർ രണ്ടും ഔട്ടാവുകയും ചെയ്തു. പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ 182 എന്ന സ്കോറിലേക്ക് എത്തിച്ചത് ഷിംറോൺ ഹിറ്റ്മെയറും റോമാൻ പവലും റൂദർഫോർഡും കൂടി ചേർത്താണ്. എസ്പെഷ്യലി ഹിറ്റ്മെയർ 6 6 ജാമ്പ് ചെയ്തത്. കിട്ടില്ല ഷോട്ടുകളായിരുന്നു കേട്ടോ. നമുക്കറിയാലോ വെസ്റ്റ് ഇൻഡീസ് എന്ന് പറയുമ്പോൾ 6 അടി വീരന്മാരാണല്ലോ. ഇപ്പോൾ ഒന്ന് ഒതുങ്ങിയതാണ്. ഇപ്പോഴത്തെ 6 അടി വീരന്മാർ ഇന്ത്യക്കാരാണ്. ഇന്നും 11 6 ആണ് അവരുടെ ബാറ്റ്സ്മാൻമാരെല്ലാവരും അടിച്ചത്. അതിൽ ഹിറ്റ്മെയർ 36 കൂടി 64 റൺസ് എടുത്തു. 182 ചേസ് ചെയ്ത സ്കോട്ട്ലാൻഡ് അങ്ങനെ ഒന്നും അല്ലാത്തവരെ പോലെ ഒന്നല്ല. ഒരു ഘട്ടത്തിൽ അവരുടെ ബാരിങ്ടണും റോസും കൂടി ബാറ്റ് ചെയ്തപ്പം ഒന്ന് വെസ്റ്റ് ഇൻഡീസ് മേടിച്ച് തന്നെയാണ്. ഞാൻ പറഞ്ഞുതരാം. അതായത് ആദ്യത്തെ 3 വിക്കറ്റ് സ്കോട്ട്ലാൻഡിന് 37 പോയതാണ്. പിന്നെ ഈ ബാരിങ്ടണും ബ്രൂസും കൂടി 46 കൂടി 78 റൺസിൻ്റെ പാർട്ട്ണർഷിപ്പ് ഇട്ടു. അത് ശരിക്കും വിറച്ചതാണ്. പക്ഷേ പിന്നീടൊക്കെ പടപടാതെ വിക്കറ്റ് പോയി. 115-ന് 3 എന്ന നിലയിൽ നിന്നാണ് 147 അവർ ഓൾ ഔട്ടായത്. അതും റൊമേരിയോ ഷെപ്പോർഡിൻ്റെ ഓരോ ഓവറിൽ ഹാർട്രിക് അടക്കം 4 വിക്കറ്റാണ് നഷ്ടപ്പെട്ടത്. അങ്ങനെ അവർ തകർന്നു പോയതാണ്. എനിക്കത് വാലറ്റത്തേക്കൊന്നും വലിയ സെറ്റപ്പ് ഇല്ലാന്ന് തോന്നുന്നു. പക്ഷേ ഈ റിച്ചി ബെറിങ്ടൺ റിച്ചി ബെറിങ്ടണെ ഒന്ന് ഓർത്ത് വെക്കുന്നത് നല്ലതാണ്. പുള്ളിൻ്റെ ഷോട്ടുകളൊക്കെ കണ്ടിട്ട് അങ്ങനെ പ്രത്യേകിച്ച് ആരെയും പേടിയുള്ള ടൈപ്പാണെന്ന് തോന്നുന്നില്ല. പുള്ളി ഔട്ടായില്ലായിരുന്നെങ്കിൽ കുറച്ചും കൂടി കളി ടൈറ്റായാണ്. ഇതന്നെയായാലും ഈ പറയുന്ന സ്കോട്ട്ലാൻഡ് ആയാലും നെതർലാൻഡ്സ് ആയാലും വലിയ മോശക്കാരൊന്നും അല്ല തങ്ങൾ എന്ന് ആദ്യത്തെ 2 കളി കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായിരിക്കുകയാണ്. നെതർലാൻഡ്സ് ഓൾമോസ്റ്റ് പാകിസ്ഥാൻ അടിച്ചതായിരുന്നു. ദൗർഭാഗ്യം കൊണ്ട് മാത്രം ജയം കയ്യിൽ പോയതാണ്. ഇന്ന് സ്കോട്ട്ലാൻഡ് പൊരുതി എന്നൊന്നും പറയാൻ പറ്റില്ല. ഓക്കെ, അതായത് ഈ ചിത്രത്തിലെ ഇല്ലായിരുന്നവരായിരുന്നല്ലോടെ. പെട്ടെന്നൊക്കെ വന്നിട്ട് കളിക്കുമ്പോൾ ഇതൊക്കെ പ്രതീക്ഷ മതി. അടുത്ത മത്സരങ്ങളിൽ സെറ്റാവും നമുക്ക് വിചാരിക്കാം. അതുകൊണ്ട് ഇനിയിപ്പം ഇന്ത്യക്കാരാണെങ്കിൽ USA ആയാലും നമീബിയനെ ആയാലും ഒന്നും അങ്ങ് എഴുതി തള്ളേണ്ട കാര്യം ഇല്ല. ഇവരൊക്കെ അത്യാവശ്യം ബാറ്റും ബോൾ പിടിക്കാൻ പറ്റുന്ന ആൾക്കാരാണ്. അല്ലാതെ അശ്വൻ പണ്ട് പറഞ്ഞ പോലെ ഇവരൊക്കെ വേൾഡ് കപ്പ് കളിക്കുന്നുണ്ട്, കളി കാണാനൊരു ഉഷാറ ഇല്ല എന്നൊക്കെ പറയുന്നത് ശരിയല്ല. ഇവരൊക്കെ സെറ്റ് ടീമുകളൊക്കെ തന്നെ.